ഹലോ ഫ്രണ്ട്സ്, ഒരു മാസം മുൻപ് ഞാൻ പ്രൂണിംഗ് നടത്തിയ അഡീനിയത്തിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്തെന്ന് പലരും അന്വേഷിച്ചിരുന്നു. അതിനെക്കുറിച്ചുള്ള ഒരു വീഡിയോയുമായിട്ടാണ് ഞാനിന്ന് എത്തിയിരിക്കുന്നത്. എല്ലാവർക്കും അനുജാസ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇതാണ് ഞാൻ ഒരു മാസം മുൻപ് പ്രൂണിംഗ് നടത്തിയ അഡീനിയം. ഇത് കണ്ടില്ലേ, ഒട്ടേറെ ശിഖരങ്ങൾ വന്ന് ഇപ്പോൾ നല്ല ഉഷാറോടെയാണ് ഈ ചെടി നിൽക്കുന്നത്. ഞാനിത് പ്രൂണിംഗ് ചെയ്യുന്ന സമയത്ത് 5 ശിഖരങ്ങളായിരുന്നു ഉണ്ടായിരുന്നത്. എന്നാൽ പ്രൂണിംഗ് ചെയ്തതോടെ ശിഖരങ്ങളുടെ എണ്ണം 10 ഉയർന്നിട്ടുണ്ട്. പ്രൂണിംഗ് നടത്തിയ സമയത്ത് ഇതിന് ശരിയായ രീതിയിൽ വളങ്ങളൊന്നും നൽകിയിരുന്നില്ല. പ്രൂണിംഗ് നടത്തിയാൽ എന്ത് വളമാണ് നൽകേണ്ടതെന്നും അത് എങ്ങനെയാണ് നൽകേണ്ടതെന്നും കൂടി നിങ്ങളെ കാണിക്കാമെന്ന് വിചാരിച്ചു. ഈ ചെടിക്ക് മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട്. ഇതിൻ്റെ കേഡക്സ് കണ്ടില്ലേ, കേടുവന്ന അവസ്ഥയിലായിരുന്നു ഇത്. ചെടി നശിച്ചു പോകുമെന്ന ഭീതിയും ഞങ്ങൾക്കുണ്ടായിരുന്നു. എന്നാൽ ശരിയായ പരിചരണത്തിലൂടെ ചെടിക്ക് വീണ്ടും ജീവൻ വയ്ക്കുകയായിരുന്നു. ആ ചെടിയിലാണ് ഞാൻ പ്രൂണിംഗ് ചെയ്തത്. ഇതിന് വളപ്രയോഗം നടത്തേണ്ടത് ചെടികൾ തട്ടാതെ വേണം ചെയ്യാൻ. വളം ചെടികൾ തട്ടിയാൽ അത് ചെടിക്ക് ദോഷകരമായി തീരും. അതിനാൽ ചെടിയിൽ നിന്നും വിട്ടുമാറി ദൂരത്തിൽ വേണം വളം ഇതിന് നൽകേണ്ടത്. അത് എങ്ങനെയെന്ന് നോക്കാം. ആദ്യം കുറച്ച് ദൂരത്തിലായി മണ്ണ് നീക്കം ചെയ്യുക. ചെടിയുടെ വേരുകൾക്ക് കേടുപാട് വരാത്ത വിധത്തിലായി വേണം മണ്ണ് നീക്കേണ്ടത്. കൈ കൊണ്ടോ മറ്റായുധങ്ങൾ കൊണ്ടോ മണ്ണ് നീക്കാം. ചെടിയുടെ ചുറ്റും ചട്ടിയോട് ചേർന്ന് ഒരു ചാല് പോലെ വേണം മണ്ണ് നീക്കാൻ. അതിലാണ് വളം ഇടേണ്ടത്. ഇതിന് എന്ത് വളമാണ് ഇടുന്നതെന്ന് അറിയേണ്ടേ? NPK 19-19-19. ഈ വളമാണ് നമ്മൾ അഡീനിയത്തിനു നൽകാൻ പോകുന്നത്. ഇതിൽ നൈട്രജൻ, ഫോസ്ഫറസ്, പൊട്ടാഷ് എന്നിവ ഒരേ അനുപാതത്തിൽ അടങ്ങിയിട്ടുണ്ട്. എല്ലാ വിളകൾക്കും ഇത് ഒരേ രീതിയിൽ ഉപയോഗിക്കാം. ചെടിയുടെ ആദ്യഘട്ടം മുതൽ പകുതി വരെ ഈ വളം നൽകാം. ഇത് പ്രയോഗിക്കുന്നത് എങ്ങനെയെന്നും ഇതിലെന്തെല്ലാം അടങ്ങിയിട്ടുണ്ടെന്നും ഞാൻ മറ്റൊരു വീഡിയോയിലൂടെ നിങ്ങൾക്ക് പരിചയപ്പെടുത്താം. ചെടിക്ക് പുതിയ ശിഖരങ്ങൾ ഉണ്ടാവുന്നതിനും പുതിയ വേരുകൾ രൂപപ്പെടുന്നതിനും ഇത് ഉപയോഗിക്കാം. പുതിയ വേരുകൾ വരുന്നതോടെ ചെടി കൂടുതൽ ശക്തമായി തീരും. കരുത്തോടെ ചെടികൾ വളരുന്നതിന് NPK സഹായിക്കും. ചെടിയുടെ തണ്ടുകൾക്ക് കൂടുതൽ ശക്തിയും കൈവരും. പ്രൂൺ ചെയ്ത വീഡിയോ കാണാത്തവർക്ക് അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. കൂടാതെ കാർഡ് രൂപത്തിൽ ഇതിന് മുകളിലായി നൽകാം, അത് കാണുക. പൂർണ്ണമായും വെള്ളത്തിൽ ലയിക്കുന്ന ഒരു വളമാണ് NPK. ഇത് സ്പ്രേ ചെയ്തും ചെടികളിൽ ഉപയോഗിക്കാം. ഞാനിത് ഈ അഡീനിയത്തിൽ പ്രയോഗിക്കാൻ പോവുകയാണ്. വളരെ കുറച്ച് മാത്രമേ ഇത് ഇടേണ്ടൂ. റോസ് നിറത്തിലാണ് NPK ലഭിച്ചിരിക്കുന്നത്. ഇത് ഞങ്ങൾ ഓൺലൈനിലാണ് വാങ്ങിയത്. ചെടികളിൽ ഇട്ടതിന് ശേഷം ആ വളത്തിന് മുകളിലേക്ക് നമ്മൾ നീക്കം ചെയ്ത മണ്ണ് വീണ്ടും വിതറാം. വളം മുഴുവൻ മൂടിപ്പോകുന്ന വിധത്തിൽ വേണം മണ്ണ് ഇടേണ്ടത്. വളമിട്ടതിന് ശേഷം
പിന്നീട് നമ്മൾ മുഖ്യമായ ഒരു കാര്യം ചെയ്യണം. ഇതിന് നന അത്യാവശ്യമാണ്. ചെടികളിൽ തട്ടാത്ത വിധത്തിൽ വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നാൽ മാത്രമേ വളം അലിഞ്ഞ് ചെടിക്ക് ശരിയായ വിധത്തിൽ ഉപയോഗിക്കാൻ സാധിക്കുകയുള്ളൂ. വെള്ളം ചെടിയുടെ ശിഖരങ്ങളിൽ തട്ടാതെ വേണം ഒഴിക്കാൻ. കൂടാതെ വളം ചെടിയിലേക്ക് എത്തുകയും ചെയ്യരുത്. അടീനിയത്തിന് വെള്ളം വളരെ കുറവ് മതിയെങ്കിലും വളം ഇട്ടതിന് ശേഷം ആവശ്യത്തിന് വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണം. അടുത്ത ഘട്ടത്തിൽ ഇതിന് DAP എന്ന വളമാണ് നൽകേണ്ടത്. ചെടികൾ പൂക്കുന്നതിന് സഹായിക്കുന്ന ഒന്നാണ് DAP. അത് എങ്ങനെ നൽകണമെന്ന് നമ്മൾക്ക് അടുത്ത വീഡിയോയിലൂടെ നോക്കാം. ഇതിന് നേരത്തെ വളങ്ങളൊന്നും നൽകിയിരുന്നില്ലെങ്കിലും നല്ല ഉഷാറോടെ തന്നെയാണ് ഈ ചെടി വളരുന്നത്. പുതിയ വിശേഷങ്ങൾ അടുത്ത വീഡിയോകളിലൂടെ നമ്മൾക്ക് പങ്കുവയ്ക്കാം. ഈ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി, നമസ്കാരം. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.